മാവേലിക്കരയിലാണ്. തീർച്ചയായിട്ടും ഇവിടെ മാവേലിക്കരയുടെ വൈബ് ഒന്ന് കാണിച്ച് നോക്കട്ടെ. എൻ്റെ എല്ലാ പ്രജകൾക്കും നന്മയും ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് ഈ ഓണാഘോഷ പരിപാടി നടത്തുവാൻ ഏവരെയും ക്ഷണിക്കുന്നു. അതാണ് ശ്രീ ബുദ്ധ ഗ്രന്ഥശാല വെട്ടിയാർ യങ്സ്റ്റേഴ്സ് ക്ലബിന് ഒരു വലിയൊരു നന്ദി നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ പേരിൽ ഓണറത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. നമുക്കിന്ന് കുറച്ചധികം ഗസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുൻ ഡെപ്യൂട്ടി കളക്ടർ ശ്രീ KH രൂപേഷ് സാറിന് നല്ലൊരു കൈഡി കൊടുക്കാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. മാവേലിക്കര ജോയിന്റ് RTO ശ്രീ മനോജ് സാർ, 13ാം വാർഡ് മെമ്പർ ശ്രീമതി ഷൈനീസ, 15ാം വാർഡ് മെമ്പർ ശ്രീ സജി പുത്തൻവിള. അപ്പോൾ നമ്മുടെ വിളിച്ച എല്ലാ ഗസ്റ്റിനും ഒന്ന് വേദിയിലേക്ക് സ്വാഗതം. പ്ലീസ് എല്ലാവരും ഒന്ന് വരാം. സാറിന് രൂപേഷ് സാറിന് സാർ രണ്ടുമൊക്കെ സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ചടങ്ങ് ആരംഭിക്കാം. കേരളത്തിലെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എല്ലാവർക്കും മഹാബലി ആകാൻ പറ്റത്തില്ല, എല്ലാ ദിവസവും ഓണം ആഘോഷിക്കാനും പറ്റത്തില്ല. ഒരു മഹാബലിയും ഒരു ഓണവും മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ മഹാബലിയുടെ എല്ലാ ഗുണങ്ങളും ജീവിതകാലം മൊത്തം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഓണത്തിൻ്റെ ഐശ്വര്യവും സമൃദ്ധിയും അതിൻ്റെ നന്മയും എല്ലാം നമുക്ക് 360 ദിവസം നിലനിർത്താൻ പറ്റും. അപ്പോഴാണ് ഓണാഘോഷം അർത്ഥവത്തായി തീരുന്നത്. എല്ലാവരിലും മഹാബലിയുടെ എല്ലാ നല്ല ഗുണങ്ങളും ഉണ്ടാകട്ടെ എന്നും എല്ലാ ദിവസവും ഓണത്തിൻ്റെ സമ്പൽ സമൃദ്ധി കേരളത്തിൽ നിലനിൽക്കട്ടെ എന്നും ആശംസയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ചിത്രരചന മുതൽ വടംവലി വരെയാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിനിടയ്ക്ക് കുറേ അധികം കലാപരിപാടി ഇവിടെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വിളിക്കാൻ പോകുന്നത് ഏറ്റവും വേഗത്തിൽ ചിത്രം വരയ്ക്കുന്ന അല്ലെങ്കിൽ ഒരാളെ കാണിച്ചാൽ പെട്ടെന്ന് വരച്ച് കാട്ടുന്ന ഒരു വ്യക്തിയാണ്, ഒരു കുട്ടിയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം അമൃത ഓൺ സ്റ്റേജ്. നല്ലൊരു കൈഡ് പോരട്ടെ, ഉഷാറായിട്ടൊരു കൈഡ് പോരട്ടെ. മോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടി വരച്ചു തരാൻ പോകുന്ന ആരെയാണ്? എത്ര സമയം കൊണ്ട് വരയ്ക്കും? ഞാൻ ശ്രീകണ്ഠൻ സാറിനെയാണ് വരയ്ക്കാൻ പോകുന്നത്. 1 മണിക്കൂറിനുള്ളിൽ വരച്ചു തരും. നമ്മുടെ അന്നദാതാവിൻ്റെ തലക്കൊണ്ടാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് മോൾ വരച്ചിട്ട് വരും. അത് ഉറപ്പായിട്ടും കാണിക്കും സാറിനെ. നമ്മളത് സാറിൻ്റെ എത്തിക്കും, ഉറപ്പായിട്ടും അത് എത്തിക്കും. സാറില്ലെങ്കിൽ ഇത് കാണും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മോളെ. നടക്കട്ടെ. താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്കൊരു ക്ലാസിക്കൽ ഡാൻസിലേക്ക് പോവാം. താനി ഓൺ സ്റ്റേജ്. മോൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് തരാൻ പോകണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിനി അടുത്ത് പോകാൻ പോകുന്നത് നമുക്ക് ഈ ഓണത്തിന് ഏറ്റവും മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് തിരുവാതിരക്കളി അല്ലേ. ശിവകൃപ ആൻഡ് ടീമിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വർഷകാലം പകുതിയാകുമ്പോൾ ചിങ്ങമാസവും പോന്നു വരുന്നു, ചിങ്ങമാസവും പോന്നു വരുന്നു. വർഷകാലം പകുതിയാകുമ്പോൾ ചിങ്ങമാസവും പോന്നു വരുന്നു, ചിങ്ങമാസവും പോന്നു വരുന്നു. ചിങ്ങമാസത്തിൽ അത്തത്തിനാളെ ഭംഗിയോടെ തുടങ്ങുമോരോണം, ഭംഗിയോടെ തുടങ്ങുമോരോണം. ചിങ്ങമാസത്തിൽ അത്തത്തിനാളെ ഭംഗിയോടെ തുടങ്ങുമോരോണം, ഭംഗിയോടെ തുടങ്ങുമോരോണം. പൂപ്പൊലി പൊലി പൂവേ നല്ലൊരോണമുണ്ടല്ലോ പോന്നു വരുന്നു, ഓണമുണ്ടല്ലോ പോന്നു വരുന്നു.
വട്ടം തികഞ്ഞു കോമളാങ്കിമാർ വട്ടം തികഞ്ഞു കോടി വസ്ത്രമുടുത്തും കൊണ്ടങ്ങിനെ കോമളാങ്കിമാർ വട്ടം തികഞ്ഞു കോമളാങ്കിമാർ വട്ടം തികഞ്ഞു ലോകനാഥൻ തിരുനാളാണ് നാളെ എന്നും ചൊല്ലിയവരൊത്തു പിരിഞ്ഞു എന്നും ചൊല്ലിയവരൊത്തു പിരിഞ്ഞു ലോകനാഥൻ തിരുനാളാണ് നാളെ എന്നും ചൊല്ലിയവരൊത്തു പിരിഞ്ഞു എന്നും ചൊല്ലിയവരൊത്തു പിരിഞ്ഞു എന്നും ചൊല്ലിയവരൊത്തു പിരിഞ്ഞു. കുറച്ച് ഗിഫ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ഫ്ലവേഴ്സിന്റെയും 24ന്റെ വകയായിട്ട്. അപ്പോൾ കളരിപ്പേറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അവർക്കും ഉള്ളൊരു മനോഹരമായിട്ടുള്ള ഗിഫ്റ്റുകൾ നമ്മളിവിടെ കൊടുക്കുകയാണ്. ഇത് വെച്ചിട്ട് മിൽമ പാല് വാങ്ങിച്ച് കുടിക്കണം കേട്ടോ. നമ്മൾ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്ന ഒരാളെ പരിചയപ്പെടുത്തിയിരുന്നത് ഫോണിൽ കാണുന്ന ആളുടെ വ്യക്തിയെ വരയ്ക്കുമെന്നുള്ളത് ആൾ റെഡി ആയിട്ടുണ്ട്. ആ ഒരു വ്യക്തിയെ വരച്ച് കാണിച്ചിട്ടുണ്ട്, ആരാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമൃതയെ സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയ്യടി ആയിക്കോട്ടെ പ്ലീസ്. ആഹാ, ഇത് സാറിന് ഗിഫ്റ്റ് പോകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കാണിക്കട്ടെ, ഞാൻ കാണിച്ചോട്ടെ, മോള് തന്നെ കാണിച്ചോ. ശ്രീകണ്ഠ സാറിനെയാണ് കുട്ടി വരച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ ഒരു പിക്ചർ ഞങ്ങൾ എന്തായാലും തിരിച്ച് ഞങ്ങൾ മേടിക്കും കേട്ടോ. സാറിനെ കൊണ്ട് കാണിക്കാം, ഉറപ്പായിട്ടും കാണിക്കാം. മോൾക്കുള്ള ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മിൽമയുടെ പ്രോഡക്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് 3 പ്രോഡക്റ്റ് ഉണ്ട്. നോക്കുക, നല്ല ക്വാളിറ്റി ഉള്ള നമ്മൾ അപ്പോൾ കൊണ്ട് നന്നായിട്ട് ഇത് വെച്ച് കഴിക്കാം കേട്ടോ. മാവേലിക്കരയുടെ പ്രിയ പുത്രനായിട്ടുള്ള നമ്മുടെ പ്രിയ താരം MS അരുൺകുമാർ സാർ ഇവിടെ MLA എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒന്ന് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയ്യടി കൊടുക്കാം പ്ലീസ് സാർ. ഓണാട്ടുകരയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇത്രയും സുന്ദരനായിട്ടൊരു MLA അല്ലേ? MLA കുറച്ച് പേരെ കാണത്തുള്ളൂ ഇത്രയും സുന്ദരമായിട്ടുള്ള ആഘോഷങ്ങൾ. എങ്ങനെയുണ്ട്, കണ്ടിരുന്നു? ഏറ്റവും ഭംഗിയായി മനോഹരമായി ആളുകളെല്ലാം സന്തോഷിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനമാണ് ഫ്ലവേഴ്സിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാവേലിക്കരയിലേക്ക് ഫ്ലവേഴ്സിനെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യാം. മാവേലി വരൂ. ഔപചാരികമായ ഒരു വടംവലി കൂടി ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് വടം വലിച്ച് ഉദ്ഘാടനം ചെയ്യാവുന്നതാണ്. അപ്പോൾ സാറിനെ നമുക്കൊരു സൈഡിൽ വടം വലിക്കാൻ നിർത്താം. ഇപ്പുറത്ത് നമുക്കൊരു ജനപ്രതിനിധികളോട് നിർത്തിയിട്ട് തന്നെ ആ ഉദ്ഘാടനത്തിലേക്ക് പോകാം. ഓണക്കോടി കിട്ടിയായിരുന്നോ? ഓണക്കോടി കിട്ടിയിട്ടില്ല. ഇതാണ് ഞങ്ങളെല്ലാവർക്കും എല്ലാ ഏരിയയിലും ഓണക്കോടി കൊടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം കണ്ടപ്പോൾ തന്നെ ബ്യൂട്ടിഫുൾ ആഹാന്നാ പറഞ്ഞത് കേട്ടോ. ആ ഒരു ഷർട്ട് സാറിന് വെച്ച് നോക്കിയേ. അപ്പം ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? ആക്കോ ഷർട്ട് സാറിന് ചേരുന്നില്ലേ? വളരെ ഭംഗിയായിട്ട് ചേരുന്നില്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ. നമുക്കിനി ആ ഉദ്ഘാടന ചടങ്ങ് കൂടെ നമുക്ക് നിർവഹിക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഇതുവരെ നമ്മളാരും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ് MLAയും പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിലുള്ള വമ്പിച്ച വാശിയേറിയ വടംവലി മത്സരം. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഒരു സൈഡിൽ MLAയും ഒപ്പം ജോയിന്റ് RTO മാവേലിക്കര, അപ്പർ സൈഡിൽ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള പ്രസിഡന്റ് നല്ല പുഞ്ചിരിയോടെ നിൽക്കുകയാണ്. പ്രസിഡന്റ് റെഡിയാണോ? വടം എടുക്കുക. എടുത്താൽ എപ്പോഴും ടൈറ്റ് ചെയ്യല്ലേ, പ്ലീസ് വലിക്കല്ലേ. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക, വലിക്കരുത്. അപ്പോ റെഡി, 3, 2, 1.
പ്രസിഡന്റ് സൈഡിൽ നിന്നും കണ്ണ് തുടയ്ക്കുന്നു. അത് കണ്ണീരാണോ വിയർപ്പാണോ എന്ന് അറിയാൻ വയ്യ. എന്തായാലും ഞാനിത് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇത് ഈ ഒരു ഏത്തക്കൊല സമ്മാനമായിട്ട് തരാൻ പോകുന്നത് അച്ഛനും നമ്മുടെ മാവേലിയും കൂടെ ചേർന്നിട്ടാണ്. അപ്പോ ഹാപ്പിയാണോ? എല്ലാവരും ഹാപ്പിയാണോ? അപ്പൊ ആ കോലക്കൊല കൊടുക്കാൻ പോവാണ്. ഒന്നും കൂടെ നമ്മൾ കൊടുക്കാൻ പോവാണ്. ഒരു പഴം ഇരിഞ്ഞ് അദ്ദേഹത്തിന് കൊടുക്കണം. സാറ് കൊടുക്കണം. ആ ഒരു ക്ഷീണത്തിലും ആ ഒരു ദാഹത്തിലും ഇതങ്ങ് പോട്ടെ. കൈയൊന്നും വിറക്കണ്ട. അതാ ആ ക്യാമറ നോക്കി ഒന്ന് കടിച്ചു. എല്ലാ ദേഷ്യവും പഴത്തിലങ്ങ് പോട്ടെ. ഒരു കൈയിടി വരട്ടെ. ഓണത്തിന് വള്ളംകളിയില്ലാതെ എന്തോളം. തീർച്ചയായിട്ടും ആലപ്പുഴ ജില്ലയിലെ കരുമാടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കരുമാടി ജലോത്സവം ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ആലപ്പുഴ ജില്ലക്കാർക്ക് ഇതൊരു ഉത്സവമാണ് ഈ വള്ളംകളി. അപ്പോൾ ഈ വള്ളംകളി കാണുക, രസിക്കുക. തീർച്ചയായിട്ടും ഈ ഓണം മിൽമയുടെ ഒരു മനോഹരമായിട്ടുള്ള സമ്മാനം കേട്ടോ. പുന്നപ്ര മധുചേട്ടന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിറഞ്ഞൊരു കൈഡി പറഞ്ഞ കമാൺ. മധുചേട്ടാ നമസ്കാരം. ചേട്ടാ നമസ്കാരം. എൻ്റെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു കൂട്ടായ്മ കുറേ നാളിന് ശേഷം എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു സന്തോഷത്തിലാണ് ഞാനും നിൽക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ആരവം എന്ന് പറയുന്ന പുന്നപ്രയുടെ ഒരു എന്താ പറയുന്നൊരു മണിമുത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആരവം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ വീഡിയോയിലായിട്ട് സാറിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു സൗണ്ടിലൂടെയാണ് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് പുന്നപ്ര മധു എന്നുള്ളൊരു പേര് എല്ലാവർക്കും രജിസ്റ്റർ ആയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ചേട്ടാ കാലം കലികാലമാണ്. മനുഷ്യനോടെന്ന പോലെ തന്നെ മൃഗങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന കാലഘട്ടമാണ്. ഇതിൽ മനം നൊന്തൊരു തവള, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മാക്രി. ഈ ജീവി മനുഷ്യരായ നമ്മളോട് തൻ്റെ ജീവിതകഥ ദുഃഖകഥ പറയുന്ന ഒരു നാടൻ പാട്ടാണ്. പണ്ടും ഞങ്ങൾ മാക്രികൾ മഴ പെയ്യുമ്പം ഞങ്ങൾ കൂവണതാ, ഇപ്പം ഞങ്ങൾ മാക്രികൾ മഴ പെയ്യുമ്പം ഞങ്ങൾ കൂവണില്ല. ആ പണ്ടും ഞങ്ങൾ മാക്രികൾ മഴ പെയ്യുമ്പം ഞങ്ങൾ കൂവണതാ, ഇപ്പം ഞങ്ങൾ മാക്രികൾ മഴ പെയ്യുമ്പം ഞങ്ങൾ കൂവണില്ല. ആ പണ്ടും ഞങ്ങൾ മാക്രികൾ മഴ പെയ്യുമ്പം ഞങ്ങൾ കൂവണതാ. എല്ലാവരും ഒന്ന് കൂടെ കൈയടിച്ചു കൊടുത്തേ. മിന്നല് പോലൊരു കൈ വന്ന്
വന്ന് എന്റെ പിള്ളേരടച്ചനെ ചാക്കിലാക്കി, എന്റെ പിള്ളേരടച്ചനെ ചാക്കിലാക്കി. മിന്നല് പോലൊരു കൈ വന്ന് എന്റെ പിള്ളേരടച്ചനെ ചാക്കിലാക്കി, എന്റെ പിള്ളേരടച്ചനെ ചാക്കിലാക്കി. എന്റെയും പിള്ളേരൻ കാര്യങ്ങൾ ഓർക്കുമ്പം ചാക്കി കിടന്നൊരു ചാട്ടം ചാടും, എന്റെയും പിള്ളേരൻ കാര്യങ്ങൾ ഓർക്കുമ്പം ചാക്കി കിടന്നൊരു ചാട്ടം ചാടും. പണ്ടും ഞങ്ങളും മക്രികൾ മഴ പെയ്യുമ്പോ ഞങ്ങള് കൂവണതാ, ഇപ്പം ഞങ്ങള് മക്രികള് മഴ പെയ്യുമ്പോ ഞങ്ങള് കൂവണില്ല. പണ്ടും ഞങ്ങളും മക്രികൾ മഴ പെയ്യുമ്പോ ഞങ്ങള് കൂവണതാ. താങ്ക് യു. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം മാഡം സന്തോഷമായിട്ട് ഓണക്കോടി മാഡം തന്നെ മധുചേട്ടന് കൊടുക്കാം. നമ്മുടെ എന്താ പറയുക അക്കോയുടെ മനോഹരമായിട്ടുള്ള ഷർട്ടാണ് കൊടുക്കേണ്ടത്. ഹാപ്പി ഓണം.